ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ PK ബുജായറിന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയും. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചത്. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് PK ബുജായർ ജില്ലാ കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, നാളെയാണ് വിധിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് വിധി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം അനഘ? ആ രീതിയിലായിരുന്നോ വാദങ്ങളെ? രാഖി, കഴിഞ്ഞ ദിവസമാണ് PK ഫിറോസ്, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിനെ കുന്നമംഗലം പോലീസ് പിടികൂടുന്നത്. ലഹരി പരിശോധനയ്ക്കിടെയാണ് ഇയാളെ പിടികൂടുന്നത്. മാത്രമല്ല, ആ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാൾ ആ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള അജേഷിനെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ലഹരി കടത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് FIR ഇട്ട് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഈ ബുജൈർ റിമാൻഡിലാണ്. ഈ റിമാൻഡിൽ ഇരുന്നു കൊണ്ട് തന്നെ ബുജൈർ കഴിഞ്ഞ ദിവസം കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഈ കോടതി ജാമ്യ ഹർജി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബുജൈർ ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജില്ലാ കോടതി ബുജൈറിന്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ജാമ്യം കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് വക്കീൽ അടക്കം പറയുന്നത്. എന്തായാലും PK ഫിറോസിന്റെ സഹോദരനായിട്ടുള്ള PK ബുജൈറാണ് പോലീസിനെ ആക്രമിച്ച കേസിലും അതുപോലെ തന്നെ ലഹരി കടത്തിയ കേസിലും പോലീസിന്റെ പിടിയിലായതും. നിലവിൽ ഇദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കുകയും ചെയ്യുന്നത്.